ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഫ്രൈങ് പാനിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു തന്തൂർ റൊട്ടി ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് തന്തൂർ റൊട്ടി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദമാവും 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ മൈദമാവ് മാത്രമോ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് മാത്രമായിട്ടോ റൊട്ടി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ 1 കിലോ മാവിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നല്ലോണം നലിഞ്ഞു വരുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഈ ഒരു മിക്സ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് മാവ് കുഴച്ചെടുക്കാം. നമ്മളിപ്പം ചപ്പാത്തി ആണെങ്കിലും റൊട്ടി ആണെങ്കിലും എന്തുണ്ടാക്കുമ്പോഴും മാവ് നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ റൊട്ടിയും ചപ്പാത്തിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പം ഞാനിവിടെ ഈ മിക്സ് മുഴുവനായിട്ടും ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് അല്പം ബൗളിലിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കൗണ്ടർ ടോപ്പിൽ കൂടി ഇട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ള ഒരു മാവാണിത്. ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഉണ്ടാവുക. അതൊന്നും കുഴപ്പമില്ല. നമ്മളത് പരത്തിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് ഒന്ന് ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് അടിച്ചു വെച്ച ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാവ് ഒന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മാവ് ഒന്നുകൂടി കുഴച്ചെടുക്കാനുണ്ട്. ഇത് നല്ലോണം ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ബോൾസാക്കി മാറ്റാം. ചപ്പാത്തിയുടെ ബോൾസിനെക്കാട്ടും കുറച്ചുകൂടി വലിയൊരു ബോൾസാക്കി വേണം നമുക്കിത് ബോൾസാക്കി എടുക്കാൻ. 1 കിലോ മാവ് വെച്ചിട്ട് നമുക്ക് 10 തന്തൂർ റൊട്ടിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മുഴുവൻ മാവും നമ്മൾ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഒരല്പം ഗോതമ്പ് മാവ് വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിനെക്കാട്ടും ഒരല്പം കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. കുറച്ചൊന്ന് പരത്തിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഒരല്പം മല്ലിയില കട്ട് ചെയ്തത് കൂടി വിതറി കൊടുക്കാം. അതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് പരത്തിയെടുക്കാം. മുഴുവൻ ബോൾസും ഞാനിവിടെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ ഫ്രൈ പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാന് നല്ലോണം ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള റൊട്ടിയുടെ പുറം ഭാഗത്ത് നന്നായിട്ട് വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ചൂടായ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ റൊട്ടി നന്നായി ഒന്ന് പൊങ്ങി വരുമ്പോൾ അത് നമുക്കൊന്ന് തിരിച്ച് വെച്ച് ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് കാട്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇത് മറിച്ച് വെച്ച് ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് കാട്ടി കൊടുക്കാം. നമ്മൾ ഈ റൊട്ടി ചുട്ടെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഫ്രൈ പാനിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് ചീത്തയായി പോവും. പിന്നെ ഇത് ഒരു ഇരുമ്പ് ഫ്രൈ പാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു തവയുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമ്മുടെ റൊട്ടിയൊക്കെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ളൊരു തന്തൂർ റൊട്ടിയാണിത്. ഈ രീതിയിൽ തന്തൂർ റൊട്ടി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പം മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.